ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നിരത്തി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിശദീകരണം. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥന്മാരാണെന്ന റിപ്പോർട്ട്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് ഈ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഷെവീദ് റാവുത്തർ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ഷെവീദ്, ഇതൊരു വലിയ വെളിപ്പെടുത്തലാണല്ലോ, വിശദാംശങ്ങൾ. ഉറപ്പായിട്ടും നമ്മൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ സീരീസിൽ ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു ഇന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി മാറ്റിയതെന്ന് നമ്മൾ രാവിലെ കൊടുത്ത വാർത്ത, അത് ആ സ്വർണ്ണപ്പാളി മാറ്റിയതെന്ന് ദേവസ്വം വിജിലൻസ് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലെ നമ്മൾ കണ്ടു ഹൈക്കോടതിയിൽ റിപ്പോർട്ട് പോകുന്നു. ആ റിപ്പോർട്ടിന് പിന്നാലെ പ്രത്യേക പോലീസ് അന്വേഷണം, ഒരു SIT ടീം വരുന്നു. അതിനൊക്കെ പിന്നാലെ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അത് നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്. ഈ ശബരിമലയിൽ 2019 സ്വർണ്ണപ്പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചു, മാത്രവുമല്ല ബോധപൂർവമായ വീഴ്ച സംഭവിച്ചു ഉദ്യോഗസ്ഥലത്തിൽ എന്ന് ഹൈക്കോടതിയുടെ വളരെ കുറച്ചു മുൻപ് പുറത്തു വന്ന ഉത്തരവിലടക്കം പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ഇന്ന് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ വീഴ്ച അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരാണെന്ന് ദേവസ്വം വിജിലൻസ് രേഖകളടക്കം പരിശോധിച്ച് കണ്ടെത്തി അത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് ദേവസ്വം വിജിലൻസിന്റെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഈ മുരാരി ബാബു 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയിരുന്നു. എന്നാൽ ആ കത്ത് ദേവസ്വം ബോർഡ് നിരാകരിച്ചു. അത് നിരാകരിക്കാനുള്ള കാരണം 2023 തൊട്ട് മുൻപുള്ള 3 വർഷം പമ്പയിൽ നിന്ന് ട്രാക്ടർ വഴി നെയ്ത്തേങ്ങകൾ അഭിഷേകത്തിനായി കൊണ്ടുപോകുന്ന ഒരു VIP പരിഗണന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിരുന്നു. അക്കാര്യം ദേവസ്വം ബോർഡ് വിലക്കിയത് 2023 അതിന് പിന്നാലെയാണ് 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി വീണ്ടും നവീകരണത്തിന് കൊടുക്കണം എന്നുള്ള മുരാരി ബാബുവിന്റെ ആവശ്യം അത് നിരാകരിച്ചത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഉദ്യോഗസ്ഥലത്തിലെ വീഴ്ച അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഇതിൽ 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം. മറ്റു രണ്ടുപേരും റിട്ടയർ ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞതായും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ഉദ്യോഗസ്ഥ വീഴ്ച അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.